ഹലോ കൂട്ടുകാരെ, നമ്മൾ കുറ്റിയിട്ട് തേങ്ങ പായസം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ പായസം കൂടി ഇന്ന് വെച്ചാണ്. ഓണത്തിനൊന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് അതിനും കൂടി വെച്ച് 3 പഴം എടുക്കുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു 4 മണി പലഹാരം കൂടി ഉണ്ടാക്കാം. അങ്ങനെ ഇതാ കുഞ്ഞോട്ട് നീരൊക്കെ കഴിഞ്ഞ് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ കേട്ടോ. ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. പഴമൊക്കെ പെട്ടെന്ന് ആവി കിട്ടുമല്ലോ. അങ്ങനെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് അതിനേക്കുള്ള മിക്സും കൂടി പഴം നിറച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ലേശം എല്ലാം മധുരമാണ് ഇന്ന്. ലേശം തേങ്ങയും കൂടി ചിരകി എടുക്കുന്നുണ്ട്. ലേശം തേങ്ങയും പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും ലേശം നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വേണമെങ്കിൽ ഏലക്കപ്പൊടിയും കൂടി ഇടാം. ആ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിനിട്ടാൽ ഞാനിവിടെ 2 സ്പൂണാണ് ഇടുന്നത്, അല്ല 1.5 സ്പൂൺ. അങ്ങനെ ഇതാ ലേശം നല്ല ജീരകം കൂടി ഇടുകയാണ് കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് വന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എളുപ്പം പരിപാടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ പഴത്തിലോട്ട് ഒന്ന് കീറി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നിറക്കാൻ മതി കേട്ടോ. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ പരിപാടി. പിന്നെ വീഡിയോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാൻ അറിയിക്കരുത് കേട്ടോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പഴമൊക്കെ ഭയങ്കര ചൂട് ഒന്ന് തണിയാൻ വയ്ക്കണം. അങ്ങനെ ഇതാ പഴമൊക്കെ തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കീറി കൊടുക്കാം. അങ്ങനെ ഇതാ പഴമൊക്കെ കീറി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കീറിയൊന്നും റെഡി ആയിട്ടില്ല. അന്നേരം ഒന്നും കൂടി ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട, ചെറുങ്ങനെ കേട്ടോ. ചിലവരിതിൻ്റെ ആ കറുത്ത ഭാഗത്ത് എടുത്ത് കളയും. നമ്മളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചിലത് പറഞ്ഞു വന്നത് മാത്രമേ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ചിലവർ ഇതിനെയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഒക്കെ ചെയ്യാറുണ്ട്. ഫില്ലിങ്ങൊക്കെ ഇങ്ങനെ നിറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയും കൂടി ഇങ്ങനെ നിറച്ചെടുക്കാം. അതിൻ്റെ ഭാഗങ്ങളൊക്കെ താഴ്ഭാഗം മേൽഭാഗമൊക്കെ ഒന്ന് വെട്ടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് കേട്ടോ ഫില്ലിങ് നിറക്കുന്നത്. അതൊരു മുറിക്കുമ്പോൾ ഒരു ഷെയിം ഇറയിട്ടുണ്ടാവില്ല. അങ്ങനെ കേട്ടോ. സുന്ദര കുട്ടപ്പനെ കാക്കൻ്റെ അമ്മക്ക് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു പഴത്തിൻ്റെ പകുതി ഭാഗം ഇങ്ങോട്ട് എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കഷ്ണമൊന്ന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ തിന്നാത്ത ആളാണ്. പച്ചപ്പഴമാണ് തിന്നുള്ളൂ കേട്ടോ. പുഴുങ്ങിയാലൊക്കെ തിന്നാൻ ഭയങ്കര മടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ തട്ടിപ്പോയി സ്റ്റാൻഡൊക്കെ താഴെ വീണു കേട്ടോ. അതാണ് ഫോണിൽ ചെറിയൊരു ഇളക്കം. അങ്ങനെ നമ്മൾ മൊത്തം ചട്ടിയെല്ലാം വെക്കുന്നത് ചീഞ്ചട്ടി തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലേശം എണ്ണ ഒഴിച്ചാൽ മതി, അധികം എണ്ണ ഒന്നും ഒഴിക്കണ്ട. അങ്ങനെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം മൊരിയാനും പാടില്ല. പെട്ടെന്നായിട്ട് പഴയൊക്കെ ആയതാണല്ലോ. ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈറ്റ്നെസ് ആവും. കുളകുളാന്നുള്ളതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ ചീഞ്ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന്
തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ പഴമായതുകൊണ്ട് വെന്തമായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചിടണം കേട്ടോ. ഞാൻ കുഞ്ഞോട്ടിൻ്റെ പുറകെ പോയി വരുമ്പോഴത്തേക്ക് എൻ്റെ ശേഷം കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കരിഞ്ഞിൻ്റെ ഭാഗം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഭയങ്കരമായനെ. ഇതങ്ങനെ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ലേശം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യാണെങ്കിൽ ഉരുകിയിട്ടില്ല, അങ്ങനെ ചെറിയ സ്പൂണില്ല. അതുകൊണ്ട് കത്തീൻ്റെ ആ മുന കൊണ്ടാണ് കേട്ടോ ഞാൻ തോണ്ടിയിടുന്നത് എന്ന് വിചാരിക്കില്ലേ. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ